ഓക്കെ, എന്നിട്ട് ഇവർ ഈ കണ്ടീഷൻ തരും എ ഇൻറ്റു സി ദാറ്റ് ഇസ് ലെസ് ദാൻ 0. എന്നാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ കാര്യം എന്താണ്? നമുക്ക് ഇങ്ങനെ റൂട്ട്സിനെ ഡിസ്ക്രിമിനൻ്റ് കാണുന്നത് ദാറ്റ് ഈസ് b² മൈനസ് 4ac ആണ്. ഇവർ എന്താണെന്ന് വെച്ചാൽ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നെഗറ്റീവാ പോലും. ദാറ്റ് മീൻസ് ഇയാൾ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് ആ നെഗറ്റീവ് പ്ലസ് ആവും. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ടേം എപ്പോഴും പോസിറ്റീവ്, ബിക്കോസ് b² ഇസ് ഓൾവേസ് പോസിറ്റീവ്. പിന്നെ 4ac പോസിറ്റീവ് ആണ്, ബിക്കോസ് അവർ രണ്ടാളും കൂടി നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആക്കി മാറ്റി, പിന്നെ കംപ്ലീറ്റ് ഇത് പോസിറ്റീവായി മാറി. സോ ദിസ് ഇസ് എന്താണ്, എപ്പോഴും റൂട്ട് പോസിറ്റീവ് എന്നുള്ള കാര്യം പറയാൻ പറ്റും, അല്ല റൂട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലെ? ബിക്കോസ് b² മൈനസ് 4ac അല്ലെങ്കിൽ ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ മെത്തേഡ് 2 എന്താണ്, ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കൽ രീതിയിൽ ചിന്തിച്ച് നോക്ക്. ഗ്രാഫിക്കൽ രീതിയിൽ എന്ന് പറഞ്ഞാൽ എ പോസിറ്റീവ് ആവില്ല, അപ്പോൾ ഒന്ന് അപ്വേർഡ് രീതിയിലൊരു പാരബോളയാണ്. പിന്നെ സി ഓൾസോ പോസിറ്റീവ്. സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആവും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇങ്ങനെ y ഇൻ്റർസെപ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും 2 റൂട്ട്സ് ഉണ്ടാവും. 2 റൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ റൂട്ട്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും, അത്ര തന്നെ അല്ലേ? വേറെ എന്താ? മെത്തേഡ് 3 എന്തെന്നാ, ജസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് c/a. ഓക്കെ, c/a, എയും സിയും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ടാണ് ഇത് നെഗറ്റീവായിട്ട് മാറിയത്. അപ്പോൾ c/a ഇത് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ, കാരണം എയും സിയുടെയും സൈൻ ഓപ്പോസിറ്റ്, അതുകൊണ്ട് ഇത് നെഗറ്റീവായ. അങ്ങനെ ആകുമ്പോൾ ഇത് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് ആണ് c/a. സോ അത് നെഗറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി റൂട്ട്സ് ഉണ്ടാകുന്ന കാര്യം പറയാൻ പറ്റും. അപ്പോൾ 3 രീതിയിൽ പറയാൻ പറ്റും. ഇനി അടുത്ത ഇയാൾ 4a ഇൻറ്റു 4a പ്ലസ് ബി. ഇവിടെ നിന്ന് കണ്ടെത്തിരിക്കൂ, ഞാൻ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 ഇട്ട പോലെ ഉണ്ട് അല്ലേ, f(2) പോലെ ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും f(2) ഇൻറ്റു ഇവിടെ ഞാൻ എന്താ കൊടുത്തത്, എനിക്ക് f(-1) കൊടുത്ത പോലെ ഉണ്ട്. ദാറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ നോക്കി നോക്ക് എങ്ങനെ വരക്കാണ്. നമ്മൾ ക്വാഡ്രാറ്റിക്കിൽ 2ലുള്ള വാല്യൂ അതേപോലെ -1ലുള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവർ രണ്ടാളും ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഇയാളുടെ വാല്യൂ അഥവാ പോസിറ്റീവ് അഞ്ചായിരിക്കാം, തൽക്കാലം അസ്യൂം ചെയ്യാണ് ഇയാളുടെ ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഇയാളുടെ ഒരു നെഗറ്റീവ് ആവാം, ഇയാളുടെ വാല്യൂ പോസിറ്റീവ് ആവാം. അതുകൊണ്ടാണ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ആയിട്ട് നെഗറ്റീവ് ആയിട്ട് മാറിയത്. അങ്ങനെ ആകുന്ന സമയത്ത് തൽക്കാലം ഞാൻ f(2) പോസിറ്റീവ് എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുന്നുണ്ട്, f(-1) നെഗറ്റീവ് വാല്യൂ തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി പറയാൻ പറ്റും നമ്മളെ ഗ്രാഫ് ഡെഫിനറ്റ്ലി എന്തായാലും നമുക്കൊരു പാരബോളയെന്ന് അറിയാം. അപ്പോൾ പാരബോള ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ഒരു ഇവിടെ തട്ടണം, എന്തായാലും ഈ പറഞ്ഞ ഇടയിൽ എന്തായാലും എന്താണ് -1ൻ്റെയും 2യുടെ ഇടയിൽ ഒരു റൂട്ട് ഉണ്ടാകുന്ന കാര്യം ഒബ്വിയസ് ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെയും റൂട്ട് ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കുക, നമ്മുടെ b² ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ a + c ഹോൾ സ്ക്വയർ ആണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, b² ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ a² പ്ലസ് 2ac പ്ലസ് c² അല്ലേ? ശരി, എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ചെയ്യാം, a + c ഹോൾ സ്ക്വയർ അവിടെ തന്നെ എഴുതാം, -b² ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന രീതിയിൽ വരും. സോ a + c മൈനസ് b, a + c പ്ലസ് b ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി f(-1)ഉം ഇതെന്ന് പറഞ്ഞാൽ f(1) ആണ്. ഇതൊക്കെ ഒക്കെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ആയിട്ട് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും -1ൽ നെഗറ്റീവ്, തൽക്കാലം ഇമാജിൻ ചെയ്യാണ് -1ൽ നെഗറ്റീവ്. അപ്പോൾ എന്തായാലും ഇവ രണ്ടിലും ഇടയിൽ ഒരു റൂട്ട്സ് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്, ഒരു റൂട്ട് എന്തായാലും ഉണ്ട്, കാരണം ഇയാൾ ഇവിടെ നെഗറ്റീവാണ് ഇവിടെ പോസിറ്റീവ്, അപ്പോൾ എന്തായാലും ഒരു റൂട്ട് ഉണ്ടാവും ഇടയിൽ, ഇത്രയേ ഉള്ളൂ. അതും കിട്ടി. ശരി, ഇനി അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a² + bx ഹാസ് നോ റിയൽ റൂട്ട്സ് ദെൻ പ്രൂവ് ദാറ്റ് ഈ പറഞ്ഞ ചങ്ങ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താ ചെയ്യാൻ, ഒന്ന് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ ഉപയോഗം ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റിയൽ റൂട്ട് ഒന്നും ഇല്ല. റിയൽ റൂട്ട് ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് b² മൈനസ് 4ac ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ദാറ്റ് ഈസ് b² ലെസ് ദാൻ 4ac എന്നുള്ള കാര്യം കിട്ടും. അപ്പോൾ ഇനി ഒന്നാമത്തെ കാര്യം വെച്ചാൽ റിയൽ റൂട്ട് ഇല്ലയെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ പോവാം, ഇത് x ആക്സിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ താഴോട്ടേക്ക് പോവാം അല്ലേ? അത് ഏതെങ്കിലും ഒരെണ്ണം ആവാനേ സാധ്യതയുള്ളൂ അല്ലേ? അങ്ങനെ ആവുന്ന സമയത്ത് ഇത് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഈ ഇക്വേഷൻ എന്താ കിട്ടുന്നത്, f(0)യുടെ വാല്യൂ അത് c ആണെന്നാണ് കിട്ടുന്നത്, കാര്യം ഒബ്വിയസ് ആണ് റൈറ്റ്. ഇവിടെ നമുക്കൊരു കാര്യം കിട്ടുന്നത് ഇയാൾ എന്താ f(1) ആണ്, ശരി, ഇതെന്താ c ആണ്. c എന്ന് പറയുന്നത് എന്താ, അത് f(0) ആണ് സ്വാഭാവികമായിട്ടും. ഓക്കെ, അപ്പം f(0) രണ്ടുപേർക്കും ഒന്നെങ്കിൽ ഒരേ സൈൻ ആവണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ f(1)ഉം പോസിറ്റീവ് ആവണം, മേ ബി f(0)ഉം പോസിറ്റീവ് ആവും, കാരണം രണ്ടുപേരും മൾട്ടിപ്ലൈ ആയിട്ട് ഗ്രേറ്റർ ദാൻ 0 വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രണ്ടുപേർക്കും പോസിറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് വരും. അങ്ങനെ ആ സമയത്ത് ഇതാ f(1) 0 വരും, f(1) 0 ഗ്രേറ്റർ ദാൻ 0. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ 0, പിന്നെ f(0)ഉം ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് എന്തായാലും ഇങ്ങനെയുള്ള പാരബോള ആയിരിക്കും. ഓക്കെ ശരി, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും റിയൽ റൂട്ട് ഇല്ല എന്ന് പറയാൻ പറ്റും. അന്നേരം ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത വെച്ചാൽ നമ്മൾ f(1) ഓക്കെ, അത് f(1) എന്താവും, അത് ലെസ് ദാൻ 0. അതേപോലെ എന്താണ് 2 ആണോ, അല്ല f(0) അതും ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്വാഭാവികമായിട്ട് ലെസ് ദാൻ 0 ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, നമ്മുടെ പാരബോൾ ഇങ്ങനെ താഴോട്ടേക്ക് എന്ന രീതിയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ f(0) എന്ന് പറഞ്ഞാൽ അത് c ആണ്, f(1) എന്ന് പറഞ്ഞാൽ a + b + c ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 എന്ന രീതിയിൽ പറയാൻ പറ്റും. ഇത് ഓൾറെഡി ഈ രീതിയിൽ പ്രൂവ്ഡ് ആയി.
ഇതൊരു ചെറിയ മാത്തമാറ്റിക്കൽ ജ്ഞാനമാണ്. ഇത് സംഭവിച്ചാൽ ഒരു പ്രോപ്പർട്ടി വൺ എന്ന് പറഞ്ഞാൽ കമ്പനൻറ്റോ ഡിവിഡൻറ്റോ എന്നുള്ളതാണ്. എ ബൈ ബി അതെന്ന് പറഞ്ഞാൽ സി ബൈ ഡി ആണെങ്കിൽ എ എന്ന് എന്തെങ്കിലും കുറച്ച്, അപ്പോൾ ഞാൻ വരത്ത ആൾക്കാർ എക്സ് കുറച്ച്, ബിയിൽ നിന്ന് അത് കൂട്ടി എക്സ് കൂട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും സിയിൽ നിന്ന് വേറെ എന്തോ സാധനം വൈ കുറച്ച്, പിന്നെ സി ഡി പ്ലസ് ആ വൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിം ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് A1 B1 ഇതുപോലത്തെ റേഷ്യോസ് സെയിം ആണെങ്കിൽ നമുക്ക് എയുടെ പേര് എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ബീൻ്റെ പേര് അതേ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ ആഡ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ A2ൻ്റെ പേര് എന്തോ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ B2ൻ്റെ പേര് എന്തോ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ പോകുന്ന ഈ പരിപാടി. ജസ്റ്റ് ഒന്ന് ആ ഒരു 2 പ്രോപ്പർട്ടി അത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ റാഷണൽ ഫംഗ്ഷൻസിൻ്റെ റേഞ്ചിനെ പറ്റിയാണ് നോക്കാവുന്നത്. റാഷണൽ ഫംഗ്ഷൻസ് ആണ് 2 പോളിനോമിയൽ ഫംഗ്ഷൻസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ റാഷണൽ ഫംഗ്ഷൻസ് വിളിക്കും. പല രീതിയിൽ വരാം, ലീനിയർ അപ്പോൺ ലീനിയർ, ക്വാഡ്രാറ്റിക് അപ്പോൺ ക്വാഡ്രാറ്റിക് വരാം, ക്വാഡ്രാറ്റിക് അപ്പോൺ ലീനിയർ വരാം. ഒന്നാമത്തെ കേസ് ആണ് ലീനിയർ അപ്പോൺ ലീനിയർ ആണ്. ഇവിടെ നോക്കി നോക്കി എക്സ് ഇത് എഫ് ഓഫ് എക്സ് ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്. AX പ്ലസ് ബി ഡിവൈഡ് ബൈ CX പ്ലസ് ഡി. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് കണ്ടെത്താൻ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വൈൻ്റെ വാല്യൂസ് എവിടെ നിന്ന് എവിടം വരെ വരും, അല്ലെങ്കിൽ വൈ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വൈ ഏതൊക്കെ വരാതിരിക്കാം. അന്നേരം 6 എന്നാൽ മൈനസ് ചെയ്താൽ പോരെ, വൈ ഏതൊക്കെ വരാതിരിക്കുക എന്നുള്ളത്. ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ വൈ CX പ്ലസ് വൈ ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു AX പ്ലസ് ബി. എനിക്ക് എക്സിന് വൈൻ്റെ ടേംസിൽ എഴുതണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ AX മൈനസ് വൈ എക്സ് സി ഇസ് ഈക്വൽ ടു വൈ ഡി മൈനസ് ബി എന്ന രീതിയിൽ എഴുതാം. ഇവിടുന്ന് എക്സ് കോമൺ എടുക്കുക. സോ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ മൈനസ് വൈ ആണോ, വൈ സി ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഡി മൈനസ് ബി. അങ്ങനെ ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഡി മൈനസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് വൈ സി എന്ന് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് സർ എഴുതിയ രീതിയിലാണെങ്കിൽ നമുക്ക് ബി മൈനസ് വൈ ഡി ഡിവൈഡ് ബൈ സി വൈ മൈനസ് എ എന്ന രീതിയിലും എക്സ് എഴുതാം. ഇനി നോക്കി നോക്കും വൈക്ക് എന്തൊക്കെ വാല്യൂസ് വരാൻ പാടില്ല. വൈയുടെ വാല്യൂ ഒരിക്കലും സി വൈ മൈനസ് എ അതൊരിക്കലും 0 ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ എന്താവാൻ പാടില്ല, എ ബൈ സി ആവാൻ പാടില്ല. അപ്പോൾ വൈയുടെ വാല്യൂ എ ബൈ സി ആവാൻ പാടില്ല. ഓക്കെ, കാരണം വൈയുടെ വാല്യൂ എ ബൈ സി ആവാൻ പാടില്ല എന്നുള്ള ഒബ്വിയസ്, കാരണം അത് എന്താ അടിയിൽ 0 ആയിപ്പോവും. ദാറ്റ് മീൻസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആർ മൈനസ് എ ബൈ സി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ കോഎഫിഷ്യൻസ് ഓഫ് ദി എക്സ് ഇനിയിപ്പോൾ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടെത്തേണ്ട പകരം തന്നെ നമുക്ക് പറയാൻ പറ്റും ഡയറക്റ്റ് ഇതുപോലത്തെ ലീനിയർ ഇപ്പോൾ ലീനിയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റേഞ്ച് എന്ന് പറഞ്ഞാൽ ആർ മൈനസ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എ ബൈ സി എന്ന രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ട് എ ബൈ സി നോട്ട് ഈക്വൽ ടു ബി ബൈ ഡി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു നോക്ക്, എ ബൈ സി അഥവാ ബി ബൈ ഡിക്ക് ഈക്വൽ ആണ്, അതൊരു ലാംഡ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഒരു റേഷ്യോ ഏതൊരു ലാംഡക്ക് ഈക്വൽ ആണ് വിചാരിച്ചോ. അങ്ങനെ സമയത്ത് ഞാൻ വൈ ഈക്വൽ ടു AX പ്ലസ് ബി ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ആ AX പ്ലസ് ബിക്ക് ഞാൻ എയുടെ പകരം ഞാൻ എന്ത് കൊടുക്കും, ലാംഡ സി കൊടുക്കും. സോ ലാംഡ സി പ്ലസ് ബിയുടെ പകരം ഞാൻ എന്ത് കൊടുക്കും, ഡി ലാംഡ കൊടുക്കും. ഹോൾ ഡിവൈഡ് ബൈ CX പ്ലസ് ഡി. ഇവിടെ നിന്ന് ഞാൻ എന്താ കോമൺ എടുക്കാൻ, ഇവിടെ ഒരു എക്സും കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് കോമൺ എടുക്കാൻ ലാംഡ കോമൺ എടുക്കുക. അന്നേരം എന്താ CX പ്ലസ് ഡി ഡിവൈഡഡ് ബൈ CX പ്ലസ് ഡി വരും. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടായി പോവും. അപ്പോൾ പിന്നെ ലാംഡ എന്ന് വരുന്ന വാല്യൂ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എ ബൈ സി നോട്ട് ഈക്വൽ ടു ബി ബൈ ടി ആവണം, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായി. ഇപ്പോൾ പിന്നെ ലീനിയർ അപ്പോൾ ലീനിയർ എന്നുള്ള ഫംഗ്ഷൻ എല്ലാം ഉണ്ടാവും. പിന്നെ അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് വൈ ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫിന് ഇങ്ങനെ ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ എന്താണ് CX പ്ലസ് ഡി 0 ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു മൈനസ് ഡി ബൈ സി എന്ന രീതി. സോ മൈനസ് ഡി ബൈ സി എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും അവിടെ ഒരു ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇത് -2 ഓരോ കേസിൽ സർ എടുത്ത കേസിൽ -2, പക്ഷേ മൈനസ് ഡി ബൈ സി എന്നൊരു പോയിന്റ് അവിടെ ഒരു ഡോട്ട് ഉണ്ട്. ബാക്കി എല്ലായിടത്തും ഈ കോൺസ്റ്റൻറ്റ് ഗ്രാഫ് എന്ന രീതിയിൽ പോകും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് റേഞ്ച് ഇയാളുടെ റേഞ്ച് എങ്ങനെ നടത്താം. സിമ്പിൾ ആർ മൈനസ് നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ബിക്കോസ് ലീനിയർ അപ്പോൾ ലീനിയർ, സോ 2/1 ദാറ്റ് ഈസ് 2 റൈറ്റ്. അടുത്താണെങ്കിലോ ഇത് ഇത് മോളിൽ എന്തെന്ന് 0 നല്ല രീതിയിൽ. അപ്പോൾ മോളിൽ ആക്ച്വലി ഇതൊന്നും ലീനിയർ അപ്പോൾ ലീനിയർ അല്ല. അപ്പോൾ നമ്മൾ നോർമൽ മെത്തേഡ് y = 6 ഡിവൈഡ് ബൈ 4x + 7 എന്നിട്ടോ എക്സിനെ വൈൻ്റെ ടേംസിൽ എഴുതും. അപ്പോൾ എങ്ങനെ എഴുതാനത് 4yx + 7y ദാറ്റ് ഈസ് ഈക്വൽ ടു 6. എന്താ കോമൺ എടുക്കുക 4y ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 7y എക്സും ഉണ്ട്. സോ എക്സ് ഈസ് ഈക്വൽ ടു 6 - 7y ഡിവൈഡഡ് ബൈ 4y. അപ്പോൾ വൈയുടെ വാല്യൂ 0 ആവാൻ പാടില്ല എന്ന കാര്യം, വൈ ആണ് റേഞ്ച്. അപ്പോൾ വൈയുടെ വാല്യൂ 0 ആവാൻ പാടില്ല. സോ ആർ മൈനസ് സെറ്റ് 0 എന്ന രീതിയിൽ പറയാൻ പറ്റും. അടുത്താണെങ്കിൽ ജസ്റ്റ് ഇതാ ലീനിയർ അപ്പോൾ ലീനിയർ, സോ ആർ മൈനസ് 1 - 5, സോ 1 ഡിവൈഡ് ബൈ -1/5 എന്ന രീതിയിൽ വരും. അടുത്താണെങ്കിൽ ഇത് ലീനിയർ അപ്പോൾ ലീനിയർ അപ്പോൾ y ഈക്വൽ ടു വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഡിനോമിനേറ്ററിൽ y ഒന്നും വരുന്നില്ല. സോ ഡിനോമിനേറ്റർ y ഒന്നും വരുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് എന്ത് വേണേ ആവാം അല്ലേ, ബിക്കോസ് അടിയിൽ 0 ആവുന്നുള്ള കേസ് മാത്രമേ നമ്മൾ ഇവിടുന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി ഏത് കേസ് വേണേ ആവാം. സോ y ഈക്വൽ ടു റിയൽ നമ്പേഴ്സ് എന്ന രീതിയിൽ വരും. ഓക്കെ,
ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോമൺ ടേംസ് ഉണ്ടാവും. മുകളിൽ ക്വാഡ്രാറ്റിക് താഴെ ക്വാഡ്രാറ്റിക്. ഇപ്പോൾ ഇവിടുന്ന് കോമൺ ടേംസ് എന്ന് ഞാൻ ഫാക്ടറൈസ് x-3 ഉണ്ട്, x-2 ഉണ്ട്, x-4 ഉണ്ട്, x-2 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ കട്ടായി പോകുന്നത്? x-2 കട്ടാവും. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ കേസ് കൊടുക്കുന്നത് കട്ടാവുന്ന സമയത്താണെങ്കിൽ പോലും x ഒരിക്കലും 2 ആവാൻ പാടില്ല എന്നുള്ള രീതിയിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ ഇപ്പോൾ എന്തായി? x-3 ഡിവൈഡ് ബൈ x-4. ഇപ്പോൾ ഒരു ലീനിയർ ഫംഗ്ഷനാണ്. നമ്മൾ പറയും ശരി r മൈനസ് എങ്ങനെയാണ് ഡയറക്റ്റ് പറയാം അല്ലേ 1. പക്ഷേ ഇവിടെ എന്താണ് x 2 ആവാൻ പാടില്ല. ഇവിടെ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂ വരാൻ പാടില്ലല്ലോ സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ x 2 കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ ആ ഒരു വാല്യൂ വരാൻ. ഇവിടെ r-1 മാത്രമല്ല, ബിക്കോസ് ഇവിടെ x 2 ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫംഗ്ഷന് 2 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അത് ആക്ച്വലി റേഞ്ചിൽ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം 2 ആക്ച്വലി എങ്ങനെ കൊടുത്തപ്പോഴാണ് കിട്ടുന്നത്? 2 കൊടുത്ത വാല്യൂ എപ്പം കിട്ടുന്നതാണ്? അത് x 2 കൊടുത്തപ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഞാൻ 2 കൊടുത്തതിന് എന്താ കിട്ടുക? ദാറ്റ് ഈസ് -1 ബൈ -2, ദാറ്റ് ഈസ് 1/2. സോ 1/2 എന്നുള്ള വാല്യൂ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് സിമിലർലി ഇതേ ക്വസ്റ്റ്യൻ ഇത് ഒന്നുകൂടി ചെയ്ത് നോക്കാം അതേപോലെ തന്നെ. ഓക്കെ, ഇനി അടുത്തതാണ് ക്വാഡ്രാറ്റിക് അപ്പോൺ ക്വാഡ്രാറ്റിക് വേർ ദർ ഇസ് നോ കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ എന്താ ചെയ്യാൻ? ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ വിചാരിച്ചോക്ക് ഒരു ക്വാഡ്രാറ്റിക് അപ്പോൺ ക്വാഡ്രാറ്റിക്കിൻ്റെ ഇക്വേഷൻ 2 കിട്ടുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് കിട്ടും. സ്വാഭാവികമായിട്ടും ആ ക്വാഡ്രാറ്റിക്കിൻ്റെ വാല്യൂ അത് റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശരി ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് അപ്പോൺ ക്വാഡ്രാറ്റിക് എന്ന ഫംഗ്ഷന് ഡെഫിനറ്റ്ലി എന്ത് കിട്ടുന്നുണ്ട്? ഒരു 2 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. 2 എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് അപ്പോൺ ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ചിലുണ്ടെന്ന് പറയാൻ പറ്റും. അഥവാ റിയൽ നമ്പർ അല്ലാണ്ട് ഒരു ഇമാജിനറി നമ്പർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ എന്താ -1 ഇക്വേറ്റ് എന്ത് ജസ്റ്റ് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ d<0 കിട്ടുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂസ് ഇമാജിനറി ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് അപ്പോൺ ക്വാഡ്രാറ്റിക്കിൻ്റെ റേഞ്ചിൽ -1 വാല്യൂ വരുന്നില്ല എന്നാണ്. ദാറ്റ് മീൻസ് നമ്മുടെ റേഞ്ചിൽ എന്താണ്, നമ്മുടെ റേഞ്ചിൻ്റെ വാല്യൂസ് വരണമെങ്കിൽ ആ എക്സ് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം എന്ന രീതിയിലാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് x² + x + 1 ഡിവൈഡഡ് ബൈ x² - x + 1 ദിസ് ഈക്വൽ ടു y. ഓക്കെ, അത് ഫംഗ്ഷൻ y എന്ന് പറഞ്ഞൂടെ. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്? ഫാക്ടറൈസ് ചെയ്തൊന്നും കട്ടാവുന്നില്ല, ലീനിയർ അപ്പോൾ ലീനിയർ ഇത് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ. സോ y(x² - yx + y) ദാറ്റ് ഈസ് ഈക്വൽ ടു x² + x + 1 എന്ന രീതിയിൽ വരും. എന്നിട്ടോ x² കോമൺ y - 1 പിന്നെന്താണ് -x കോമൺ y + x + y - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ വരും. ഇപ്പോൾ നോക്കി നോക്ക്, നമുക്ക് എന്തൊരു ക്വാഡ്രാറ്റിക് കിട്ടീനെ അല്ലേ, എക്സിൻ്റെ ടേംസിൽ ക്വാഡ്രാറ്റിക് കിട്ടീനെ. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? y എന്ന് പറയുന്ന സാധനം റേഞ്ചാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂസ് അത് റിയൽ നമ്പർ ആണെങ്കിൽ, അതാണ് ഇവിടെ കണ്ടത്. എക്സിൻ്റെ വാല്യൂസ് നമുക്കിനി ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് റിയൽ നമ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ നമ്മളെ റേഞ്ച് ഉണ്ട് എന്ന്. ആ റേഞ്ച് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വൈയുടെ വാല്യൂ കറക്റ്റ് കിട്ടണമെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടാവുന്ന ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് റിയൽ നമ്പർ ആവണം. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ എക്സിൻ്റെ വാല്യൂസ് റിയൽ ആണ്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള ഡിസ്ക്രിമിനന്റ് ദാറ്റ് കുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, റൈറ്റ്? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാഡ്രാറ്റിക് ആണെങ്കിൽ എന്നുള്ള കേസാണ്. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ മാത്രമേ ഡിസ്ക്രിമിനൻ്റ് എന്നൊരു സംഭവമുള്ളൂ. അങ്ങനെയാകുമ്പോൾ അത് y ഒരിക്കലും 1 ആവാൻ പാടില്ല. y 1 ആയി കഴിഞ്ഞാൽ ഇത് ക്വാഡ്രാറ്റിക്കൽ ഇത് പോളിനോമിയലാവും. ഓക്കെ, അപ്പോൾ y 1 ആവാൻ പാടില്ല. ഒന്നാമത്തെ കേസ് എടുക്കുക. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ആണെന്ന് അസ്യൂം ചെയ്തു ബിക്കോസ് y ≠ = 1 എന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് b² മൈനസ് ദാറ്റ് ഈസ് y + x b² മൈനസ് 4 × y - 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, y + x ഇതെങ്ങനെ എഴുതാം? ഇത് ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റും 2 ഹോൾ സ്ക്വയർ. സോ a² - b² എന്ന രീതിയിൽ വരും. സോ y + x മൈനസ് 2y + 2 പിന്നെ y + x + 2y - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്താ കിട്ടാൻ? -y പ്ലസ് x ആയിരുന്നു വന്നേ, ശരിയാണല്ലോ. ഹലോ, ഇത് 1 ആണ് കേട്ടോ. വെറുതെ അല്ല, ഇവിടെ 1 ആണ് വേണ്ടത്. ഇതിൻ്റെ വാല്യൂ 1 ആണ് വേണ്ടത്. ഇതിൻ്റെ വാല്യൂം 1 ആണ് വേണ്ടത്. ഫൈൻ, ഇതിൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ടും 1 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെയും കുറേ മിസ്റ്റേക്ക് വന്നല്ലോ. സാരമില്ല. ഇത് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു എന്ന രീതിയിലാണ് വേണ്ടത്, അല്ലാണ്ട് ഈക്വൽ ടു 0 എന്നാൽ ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ. എന്നിട്ടോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഞാൻ മാറ്റി എഴുതാമാണ് y - 3 ദാറ്റ് ഈസ്
3y മൈനസ് 1 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഒരു -1 ആണ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി എന്ത് ചെയ്യുക, എന്താ കിട്ടാൻ, ദാറ്റ് ഈസ് 1/3. നമ്മൾ നോർമൽ വേവിക്കർ മെത്തേഡ് പ്ലസ് മൈനസ് പ്ലസ് ലെസ് ദാൻ 0. സോ 1/3 മുതൽ 3 വരെയാണ് എന്തിൻ്റെ വാല്യൂസ് കിട്ടുന്നത്, വൈയുടെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, ഈ ഏരിയയിൽ 1 വരുന്നുണ്ട്, നമ്മൾ 1 എല്ലാം അസ്യൂം ചെയ്തിട്ടാണ്. സോ ഈ ഏരിയയിൽ 1 വരുന്നുണ്ട്. സോ 1നെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം വൈയുടെ സെറ്റിൽ നിന്ന്. ഇനി അടുത്ത കേസ് 2 ആണ്. ഓക്കെ, വൈക്ക് 1 ആവാമല്ലോ, വേണമെങ്കിൽ വൈക്ക് 1 ആവുന്നതിന് എന്താ കുഴപ്പം. സോ വൈ 1 ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ y 1 ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -2x വരും. ഇവിടെ y 1 കൊടുത്തു, ഇവിടെ 0 ആയി, -2x, y അത് 0 ആയി, 2x = 0. സോ x = 0, ദാറ്റ് മീൻസ് x = 0. അത് കുഴപ്പമില്ല, റിയൽ നമ്പറാണ്. സോ y 1 ആവുന്നതിനും കുഴപ്പമില്ല. ഈ കേസും ഈ കേസിൻ്റെയും വൈയുടെ വാല്യൂസ് നമ്മൾ യൂണിയൻ എടുക്കും. ദാറ്റ് മീൻസ് y ബിലോങ്സ് ടു, അല്ലെങ്കിൽ റേഞ്ച് ബിലോങ്സ് ടു 1/3 മുതൽ 3 വരെ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലോ, അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ മെത്തേഡിലൂടെ നമുക്ക് മെത്തേഡ് 1 വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ചെയ്ത് ഇതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്ത് കേസ് 1 കേസ് 2 കൊടുത്തതിന് ഉത്തരം കിട്ടും. ഇനി ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ്റെ വേറൊരു മെത്തേഡ്. ഈ ക്വസ്റ്റ്യന് മാത്രം വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക, അത് നോക്കും. ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി 2x². അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒരു 2x അങ്ങോട്ട് കോമൺ എടുത്ത് നോക്കിയാൽ വല്ല ഉപയോഗം ഉണ്ടാവുമോ നോക്കട്ടെ. 2x എന്താ കോമൺ എടുക്കാൻ, ഞാനെന്ന് വെച്ചാൽ 2 കോമൺ എടുത്ത് നോക്കും വെറുതെ. അപ്പോൾ 2x² പ്ലസ് x +1 എന്ന് കൊടുക്കും. നേരെ 2 + 1 ആ രീതിയിൽ കറക്റ്റ് വരുന്നത് 3 വരുന്നുണ്ട്. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ എന്താണ്, x² + x + 1 എന്ന രീതിയിൽ വരുന്നുണ്ട്. ഫൈൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ y, നമ്മുടെ y അല്ലേ. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 വരും, പിന്നെ +1 ഡിവൈഡ് ബൈ x² + x + 1 എന്ന രീതിയിൽ വരും. ശരി, ഇനി ഈ ചങ്ങായിൻ്റെ റേഞ്ച് എവിടെ നിന്ന് മുതലാണ് വേണം വരിക, ഈ ചങ്ങായിൻ്റെ റേഞ്ച് എവിടെ നിന്ന് വേണം, ദിസ് ഇസ് എന്താണ് ഡി എന്തെന്നാണ് 1 - 4 1. ഓക്കെ, ഡി <0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് -∞. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ മുതൽ -d/4 വരെ അല്ലേ. സോറി, ഇത് -∞ എന്നല്ല, ഇത് എ പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ മിനിമം വാല്യൂ -d/4 ആയിരിക്കും. -d എന്ന് പറഞ്ഞാൽ എത്ര, ഡി എത്രയാണ്, ദാറ്റ് ഈസ് 1 - 4 ദാറ്റ് ഈസ് -3 ആണ് ഡി. സോ ഡി 3 ആണ്, -3യുടെ 3/4. അപ്പോൾ ഇതാണ് ഡി, ഇവിടെ മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, ഇനി അതിൻ്റെ 1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ, സ്വാഭാവികമായിട്ടും ഇത് 0, 1/∞ 0. സോ 0 മുതൽ 4/3 വരെ വരും. ഓക്കെ, അതുമായി അത് +2 ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ നോർമൽ ഗോള മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ +2 ചെയ്ത് കഴിഞ്ഞാൽ 2 മുതൽ 4/3 + 2 എത്രയാണ്, ദാറ്റ് ഈസ് 6 10/3 വരെ. സോ നോക്കി നോക്ക്, ഈ മെത്തേഡ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ 2 മുതൽ 10/3, നേരത്തെ മറ്റേ മെത്തേഡ് വെച്ച് കിട്ടിയ നോക്കി നോക്ക് 2 മുതൽ 10/3 കറക്റ്റ് അല്ലേ. ഇനി എനിക്ക് വേറൊരു മെത്തേഡ്, ഇതിപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എന്താ കിട്ടാൻ അറിയണോ, റേഞ്ച് കിട്ടാൻ അറിയണം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റേഞ്ച് കിട്ടാണ്ട് തന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാനൊന്ന് ഫാക്ടറൈസ് ചെയ്യും. എങ്ങനെയാണ്, x + x/2 അല്ല, x + 1/2 ഹോൾ സ്ക്വയർ -1/4 + 1 എന്ന രീതിയിൽ. എന്നിട്ടാണെങ്കിലോ x എവിടെ നിന്നില്ല, x റിയൽ നമ്പേഴ്സ് അല്ലേ. സോ x -∞ മുതൽ +∞ വരെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ +1/2 ചെയ്താൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ പോട്ടെ. ഈ കംപ്ലീറ്റ് ടേം എന്തെന്നാ, ദാറ്റ് ഈസ് >= 0 അല്ലേ. എന്നിട്ടോ അതിൻ്റെ പേരെ -1/4 ആഡ് ചെയ്യുന്നു, അങ്ങനെ 1 ആഡ് ചെയ്യുന്നു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഉത്തരം. വളരെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ജസ്റ്റ് y = നമുക്ക് 2x / 1 + x² ചെയ്യാം. അപ്പം y പ്ലസ് നമ്മളെപ്പോഴും ചെയ്യുന്ന നോർമൽ മെത്തേഡ്, ബിക്കോസ് ഇത് ലീനിയർ ബൈ ലീനിയർ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ 2x ഇവിടെ വരും. ആൻഡ് എന്താണ് yx² -2x -അല്ല +y = 0. സോ ഒന്നാമത്തെ കേസ് y 1 ആവാൻ പാടില്ല, 0 ആവാൻ പാടില്ല എന്നുള്ള കേസാണ്. പിന്നെ ഇത് ഡിസ്ക്രിമിനൻറ്റ് ഷുഡ് ബി > 0 ഒബ്വിയസ്ലി, ദാറ്റ് ഈസ് 4 - 4y² ഷുഡ് ബി > 0. 4 കോമൺ, 1 - y² ഷുഡ് ബി > 0. അത് പോയി. പിന്നെ y² -1 അല്ലേ പോട്ടെ, എന്ത് ചെയ്യണ്ടേ, 1 - y² ഷുഡ് ബി > 0 അല്ലേ. സോ 1 - y 1 + y ഷുഡ് ബി > 0. ഇവിടുന്ന് റൂട്ട്സ് കണ്ടെത്താൻ പറ്റുമോ, റൂട്ട്സ് കണ്ടെത്തണമെങ്കിൽ ഒരു കാര്യം, y - 1 y + 1 ഷുഡ് ബി > 0 ആൻഡ് -1 1 + ആൻഡ് -1 മുതൽ 1 വരെയാണ് നമുക്ക് റൂട്ട്സ് കിട്ടുന്നത്. ഫൈൻ, അപ്പം അതെന്ത് 0 എക്സ്ക്ലൂഡ് ചെയ്യണം. സോ 0 എക്സ്ക്ലൂഡ് ചെയ്തു. രണ്ടാമത്തെ കേസ് y ഷുഡ് ബി = 0. അപ്പോൾ y ഷുഡ് ബി = 0, കാരണം y
ലെസ് ദാൻ ഈക്വൽ 0. അപ്പോൾ y 0 ആണെങ്കിൽ ഇത് പോയി ലാസ്റ്റ് ആകെ ഇതും പോയി. ഓക്കെ, സോ 2x is equal to 0. സോ x is equal to 0 എന്ന് വരും. ഓക്കെ, അത് പോസിബിൾ. സോ 0 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ നേരത്തെ എക്സ്ക്ലൂഡ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം കിട്ടുക, ലാസ്റ്റ് ഫൈനൽ ആൻസർ. ഇനി മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ നേരത്തെ പോലത്തെ ഒരു മെത്തേഡാണ്. നമ്മൾ ആദ്യം 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിൻ്റെ റേഞ്ച് കണ്ടെത്തലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാണ് ഫസ്റ്റ് കേസ് 1. എനിക്ക് ഈ എക്സിനെ ഒഴിവാക്കണം. സോ ദാറ്റ് മീൻസ് എക്സ് 0 ആണെങ്കിൽ, എക്സ് 0 എന്ന് വിചാരിച്ചോ. ഓക്കെ, 0 ആണെങ്കിൽ നമ്മുടെ വൈയുടെ വാല്യൂ എത്ര? സ്വാഭാവികമായിട്ട് 0. കേസ് 2, എക്സ് 0 അല്ല എന്ന് വിചാരിച്ചോ. എക്സ് 0 അല്ലെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ഇക്വേഷൻ 0 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് എക്സ് 0 ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ എക്സ് 0 അല്ലെങ്കിൽ എനിക്ക് ഇക്വേഷൻ കംപ്ലീറ്റ് 0 കൊണ്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 ഡിവൈഡ് എക്സ്, അതേപോലെ 1 പ്ലസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഈസ് എക്സ് വരുമോ? ഇല്ല. നമ്മൾ ഈ പറഞ്ഞ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ചെയ്യാൻ പോകുന്നേ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് 1 ബൈ എക്സ് പ്ലസ് എക്സ് എന്നല്ല ലാസ്റ്റ് അടിയിൽ വരാൻ അല്ലേ? കറക്റ്റ്. 1 ബൈ എക്സ് പ്ലസ് എക്സ് എന്ന രീതിയിൽ വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? വൈയുടെ 0 എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. അതൊരു റേഞ്ചാണ്. അടുത്തത് രണ്ട് റേഞ്ചിൻ്റെ യൂണിയൻസ് ആണ്. ഈ കേസ് 1 കേസ് 2യുടെ റേഞ്ച് കിട്ടുന്ന യൂണിയനാണ് അതിൻ്റെ പരിപാടി. ഇനി ഇത് സോറി എഴുതി തെറ്റിപ്പോയി. ഇതെന്താണ്? ഇത് 1 ബൈ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ -∞ മുതൽ 2 വരെ ആവാം ഈ പറഞ്ഞ വാല്യൂ, അല്ലെങ്കിൽ യൂണിയൻ 2 മുതൽ ഇൻഫിനിറ്റി വരെ ആവാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പറാണ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ആവാൻ ഫൈൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ ചെയ്യും. ഒരു പ്രാവശ്യം റെസിപ്രോക്കൽ ചെയ്യണം, കാരണം അടിയിലാണ് ഡിനോമിനേറ്റർ. അപ്പോൾ റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താ വരിക? 1/2 മുതൽ അല്ല, റെസിപ്രോക്കൽ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 0 വരും ഇവിടെ. സോ 0 മുതൽ 1/2 വരെ ആൻഡ് യൂണിയൻ ഇത് റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 0 മുതൽ 1/2 വരെ. ഓക്കെ ഫൈൻ. ഇത് -1/2 ആയതുകൊണ്ട് ഇവിടെ -1/2. അപ്പം ഒരു മിനിറ്റ് തെറ്റിയത് എഴുതി തിരിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് -1/2 മുതൽ 0 വരെ. ഇത് രണ്ടും ഒന്ന് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് -1/2 മുതൽ 1/2 വരെ കിട്ടും. ഇനി ഇത് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം ഇനി 2 ഉണ്ട് ഇവിടെ, മറന്നു പറഞ്ഞത് 2 സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ -1 മുതൽ 1 വരെ. ഉത്തരം കിട്ടിയില്ലേ? നേരത്തെ സാധനം തന്നെ ഡൺ ആയി. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡും കൂടിയുണ്ട്. നമ്മൾക്കറിയാം ഈ എക്സ് കംപ്ലീറ്റ് ആർ ബിലോങ്സ് ടു എല്ലാ എക്സിൻ്റെയും എല്ലാ എക്സിനുള്ള വാല്യൂസുമാണ് നമുക്ക് ഈ പറഞ്ഞ വൈയുടെ വാല്യൂസ്. അതാണ് റേഞ്ച് കണ്ടെത്തേണ്ടത്. സോ എക്സ് ബിലോങ്സ് ടു ആർ, വി നീഡ് ടു ഫൈൻഡ് ദി വൈ വിച്ച് ആർ പോസിബിൾ ഫോർ എക്സ് ബിലോങ്സ് ടു ആർ. അങ്ങനെ ആകുന്ന സമയത്ത് എല്ലാ എക്സിനും ഇതാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ എക്സിനെ ടാൻ തീറ്റ എന്ന് വിളിക്കും. ഇത് ട്രിഗ്നോമെട്രി വെച്ച് സോൾവ് ചെയ്യാൻ പോകുന്നത്. ടാൻ തീറ്റ എന്ന് എക്സിനെ വിളിക്കും. അങ്ങനെ എക്സിനെ ടാൻ തീറ്റ വിളിച്ചിട്ട് നമ്മൾ ആദ്യം ടീത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇടം വരിക. അത് -π/2 മുതൽ π/2 വരിക. കാരണം -π/2 മുതൽ π/2 വരെ തീറ്റയുടെ വാല്യൂ ആണെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ അത് എല്ലാ ആറിലും ഡിഫൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതാ ടാൻ്റെ ഗ്രാഫ് നോക്കി നോക്കും. -π/2 മുതൽ π വരെ കംപ്ലീറ്റ് -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അതുകൊണ്ട് എക്സ് പറഞ്ഞ വാല്യൂസ് എല്ലാ ആറും വരുന്നുണ്ട് എന്നുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ടാൻ തീറ്റ ഈ പറഞ്ഞ ആംഗിൾ ഡിഫൈൻ ആയിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അങ്ങനെ ഞാൻ ഇവിടെ എക്സിന് ടാൻ തീറ്റ എടുക്കും. സോ 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, റൈറ്റ്? അതെന്ന് പറഞ്ഞാൽ എന്താ? നോർമലായിട്ട് sin 2 തീറ്റയുടെ ഇക്വേഷൻ ആണ്. ഇനി sin 2 തീറ്റ, sin തീറ്റയുടെ വാല്യൂ എവിടുന്ന ഇടം വരെ -1 മുതൽ 1 വരെയാണ്. ഓക്കെ, പക്ഷേ തീറ്റ എവിടുന്ന ഇടം വരെയാണ്? ദാറ്റ് ഈസ് ഗിവൺ -π/2 മുതൽ π/2 വരെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? 2 തീറ്റയാണ് അത്. ദാറ്റ് മീൻസ് -π മുതൽ π വരെ, അതാണ് വാല്യൂസ് തീറ്റയുടെ. sin 2 തീറ്റയുടെ ഗ്രാഫ് എന്ന് വരക്കാം. -π മുതൽ π വരെ. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 മുതൽ 1 വരെയാണ്. സോ y = സ്വാഭാവികമായിട്ടും -1 മുതൽ 1 വരെ. ഇവിടുന്ന് നമുക്ക് ഈ ഉത്തരം കിട്ടുന്നുണ്ട്. സോ ഒരു ക്വസ്റ്റൻ തന്നെ നമുക്ക് പല രീതിയിൽ മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കോപ്രി ചുംബ്ലു സവാലാണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -4 മുതൽ 3 വരെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ m² + n². നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു റേഞ്ച് സാധാരണ കണ്ടെത്തുന്ന പോലെ ചെയ്തുകൊണ്ട് പോവുക. 3x പ്ലസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ലേ mx + n ഹോൾ ഡിവൈഡഡ് ബൈ എവർത്ത് തന്നിട്ടില്ലേ x², 3x² ആണെന്ന് തോന്നുന്നു അല്ലേ? ശരിയാ, x². ഇപ്പോൾ പണി പോലെ വരും. x² + 1 എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ലീനിയർ അപ്പോൾ ലീനിയർ, ഇത് കോൺട്രാഡിക്റ്റ് അപ്പോൾ കോൺട്രാഡിക്റ്റ്. അപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്നല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് yx² + y ദാറ്റ് ഈസ് ഈക്വൽ ടു 3x² + mx ആണല്ലേ, x + n. എന്നിട്ടോ ഇവിടുന്ന് x² കോമൺ, ദാറ്റ് ഈസ് y - 3. അതേപോലെ എന്താണ്
മൈനസ് എം എക്സ് ഫൈൻ പ്ലസ് നെയ് മൈനസ് എൻ പ്ലസ് വൈ, അല്ലെ അത് വൈ മൈനസ് എന്ന രീതിയിൽ അത് അത് കുറച്ചും കൂടി കാണുമ്പോൾ രസം, പ്ലസ് വൈ മൈനസ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഫൈൻ. ഇനി ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്കിനി അറിയാം ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മളിത് സാധാരണ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ഒന്നാമത് y നോട്ട് ഈക്വൽ ടു 3 എന്ന രീതിയിലാണെങ്കിൽ ഇതിൻ്റെ d ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. കാരണം ഇവിടെ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് വൈയുടെ വാല്യൂസ് കിട്ടത്തുള്ളൂ. y എന്ന് പറയുന്ന റേഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഓക്കെ നോർമലായിട്ടും d ഗ്രേറ്റർ ദാൻ 0 ദാറ്റ് ഈസ് എം സ്ക്വയർ മൈനസ് 4 ഇൻറ്റു വൈ മൈനസ് 3 ഇൻറ്റു y മൈനസ് n ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ എം സ്ക്വയർ മൈനസ് 4 വൈ സ്ക്വയർ മൈനസ് വൈ എൻ മൈനസ് 3y പ്ലസ് 3n ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് എം സ്ക്വയർ മൈനസ് 4y സ്ക്വയർ പ്ലസ് 4yn പ്ലസ് 12y മൈനസ് 12n ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇത്രയും ഇൻഫോർമേഷൻസായി ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒന്നും ഒരു പ്രാവശ്യം നെഗറ്റീവ് ചെയ്താളെ, കാരണം 4y സ്ക്വയർ മൈനസ് പോട്ടെ ഒരു മിനിറ്റ് മൈനസ് 4y n ആണല്ലേ, സോറി n പ്ലസ് 12 പ്ലസ് അല്ല അത് മൈനസ് ആവും, മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആവും. ഓക്കെ, സോ മൈനസ് 12y പ്ലസ് 12n മൈനസ് എം സ്ക്വയർ ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു 0. ഫൈൻ. ഇവിടുന്ന് വൈനെയും കോമൺ എടുക്കുക, എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, ഞാനൊരു ചെയ്യാം. മൈനസ് 4നെ കോമൺ എടുക്കുക, 4y കോമൺ എടുക്കുക സ്വാഭാവികമായിട്ടും. എന്നാലും ഇവിടെ എന്ത് വരും, n വരും, പിന്നെ പ്ലസ് 3യും കൊണ്ട് വരും. ഓക്കെ, പിന്നെ ബാക്കി 12n ഉണ്ട്, മൈനസ് എം സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ വൈയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ -4 മുതൽ 3 വരെയാണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നോക്കി നോക്കി ഇതിപ്പോൾ ഒരു എന്തിൻ്റെ ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക്കാണ്, സ്വാഭാവികമായിട്ടും വൈയുടെ ടേംസിലുള്ള ക്വാഡ്രാറ്റിക്കാണ്. ഓക്കെ, വൈയുടെ ടേംസിലുള്ള ഒരു ക്വാഡ്രാറ്റിക്കാണ്. വൈയുടെ ടേംസിലുള്ള ക്വാഡ്രാറ്റിക് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എങ്ങനെ കിട്ടാൻ, ഇവിടെ ഒന്നാമത്തെ കോൺസ്റ്റൻറ്റ് 4 ഇതിന് നമ്മൾ സാധാരണ ഫാക്ടറൈസ് ചെയ്യും, ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടറൈസ് ചെയ്യും, ദാറ്റ് ഈസ് എക്സ് മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ, രണ്ട് സൊല്യൂഷൻസ്, അത് ലെസ് ദാൻ ഈക്വൽ ടു 0 എന്നിട്ട് നമ്മൾ പറയും ഓക്കെ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ആൽഫ മുതൽ ബീറ്റ വരെ ആണ് വാല്യൂ വരിക. പിന്നെ മൈനസ് നമ്മൾ നേരത്തെ y 3 ആവാൻ പാടില്ല എന്നുള്ളത്, സോ അവിടെ 3 അവസാനം കൂടി വരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് -4 മുതൽ 3 വരെയാണെന്ന് അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടും ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ അത് -3/4 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന റൂട്ട്സ് എന്താണ് -3/4 എന്ന രീതിയിലാണ്. -3 മൈനസ് എന്തെങ്കിലും -4ഉം 3 ആണല്ലേ, സ്വാഭാവികമായിട്ട് ഈ ഫാക്ടറൈസ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -4ഉം 3ഉം ആണ്. അങ്ങനെ -4ഉം 3ഉം ആണെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സ്, അപ്പോൾ നമുക്ക് എന്താ റൂട്ട്സിന് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് -4 ആൻഡ് 3. സ്വാഭാവികമായിട്ടും ഇതാണ് റൂട്ട്സ്, ഇതാണ് നമ്മുടെ റൂട്ട്സ്, രണ്ട് റൂട്ട്സ്. സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് 12n മൈനസ് എം സ്ക്വയർ, അല്ല സം ഓഫ് ദി റൂട്ട്സ് അല്ലെ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്, ദാറ്റ് ഈസ് ഐ കുഡ് സേ -12 എന്ന് പറയാൻ പറ്റും, -12 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12n മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. സോ 12n മൈനസ് എം സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -48. സോ എമ്മിൻ്റെ എൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സം ഓഫ് ദി റൂട്ട്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ സം ഓഫ് ദി റൂട്ട്സ് നോക്കുക, എത്ര ഇട്ടാൽ -1 ഇട്ടാൽ അല്ല -1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ ദാറ്റ് ഈസ് 4n പ്ലസ് 3 ഹോൾ ഡിവൈഡ് ബൈ 4. അത് ക്യാൻസലായി. സോ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടും, എന്നിൻ്റെ വാല്യൂ അത് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് 3. സോ n ഈസ് ഈക്വൽ ടു -4 എന്ന രീതി കിട്ടും. ഇനി ഇവിടെ എന്നിൻ്റെ വാല്യൂ കൊടുക്കാം, ദാറ്റ് ഈസ് -48 ദാറ്റ് ഈസ് ഈക്വൽ ടു -m സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -48. സോ ക്യാൻസൽ ആവും. സോ m സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. സോ m ഈസ് ഈക്വൽ ടു 0. സോ എമ്മിൻ്റെ വാല്യൂ കിട്ടി, എന്നിൻ്റെ വാല്യൂ കിട്ടി. അത് രണ്ടിനും അത് നമ്മൾ ഒന്നാമത്തെ കേസ് കഴിഞ്ഞു. y ഈസ് ഈക്വൽ ടു 3 നോട്ട് ഈക്വൽ ടു 3. ഇനി y ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ആ കേസിൽ നോക്കാം, y ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഇത് പോയി, ഇത് 3യുടെ വാല്യൂ. ഇനി ഇവിടെ നമുക്ക് എന്നിൻ്റെ എമ്മിൻ്റെ ഒക്കെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ 0 അല്ല, അപ്പോൾ അതങ്ങോട്ട് പോയി. പിന്നെ എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു നേരത്തെ കണ്ടെത്തിയത് -4. സോ എന്നിൻ്റെ വാല്യൂ -4 ആണ്. സോ ദാറ്റ് ഈസ് 3 മൈനസ് +4 ദാറ്റ് ഈസ് ഈക്വൽ 7. 7 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. അപ്പം y ഈസ് ഈക്വൽ ടു 3 എന്നൊരു ഓപ്ഷനേ അത് പാടില്ല, അത് തെറ്റാണ്. അപ്പം yക്ക് ഒരു വാല്യൂ അവിടെ കിട്ടുന്നില്ല, റേഞ്ചിൽ കിട്ടുന്നില്ല.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ റേഞ്ച് കറക്റ്റായിട്ട് അവർ കൊടുത്ത പോലെ തന്നെ വരുന്നതും ചെയ്യുന്നുണ്ട്. 3 ആവാനും പാടില്ല എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ വാല്യൂസ് എന്തൊക്കെയാണ് കിട്ടിയത് എം ഇൻ ടി ദാറ്റ് ഈസ് -4 ആൻഡ് 0. സോ അത് അവർ രണ്ടും സ്ക്വയർ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 16. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതാ, കംപ്ലീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ എ സച്ച് ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു ഇത്. അപ്പോൾ ഇതൊന്നാമത്തെ കാര്യം ഇതെങ്ങനെ ചെയ്യാം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എയുടെ വാല്യൂസ് ആണ് എടുത്താൽ സോ ദാറ്റ് അറ്റൈൻ ഓൾ റിയൽ വാല്യൂസ്. അപ്പോൾ നമ്മളിങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഈ മുകളിലുള്ള ടേം താഴെ ടേംസിനും ഒരുമിച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കട്ടായി പോകും. അപ്പോൾ ആ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് ലീനിയർ ക്വാഡ്രാറ്റിക്കലി ഫാക്ടേഴ്സ് കട്ടായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ലീനിയർ കിട്ടും. അങ്ങനെ ലീനിയറിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വാഡ്രാറ്റിക്കിൻ്റെ വാല്യൂ കൊടുക്കും അല്ലേ. ആ പറ ലാസ്റ്റ് കിട്ടുന്ന ടേമിൽ നേരത്തെ കട്ടായ ആ ടേം ഉണ്ടാവില്ല. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്നൊക്കെ ടേംസ് ഉണ്ടാവും. ആ ടേംസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേഞ്ച് ആ ഒരു ടേം അങ്ങോട്ട് ഒഴിവായി കിട്ടും. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ചാൽ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ റിയൽ നമ്പേഴ്സും ആണ്. അതുകൊണ്ട് ഒരു റിയൽ നമ്പേഴ്സും ഒന്നും കുറക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ മോളും താഴെ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല. മോളും താഴെ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാക്കും കോമൺ റൂട്ട്സ് ഇല്ല എന്നാണ്. സോ x² - x അത് 0 ആവുന്നുണ്ടെങ്കിൽ സോ x കോമൺ എടുക്കുക. സോ x - 1 0. സോ x = 0, x = 1. അടുത്തത് 1 - ax ദാറ്റ് ഷുഡ് ബി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ax = 1. സോ x = 1/a. ഇനി ഇവർക്ക് രണ്ടാളുകൾ കോമൺ 1/a എപ്പെങ്കിലും 0 ആവുക, ഒരിക്കലും ആവില്ല. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബ്സർഡ്. സോ 1/a = 1 ആവുമോ, അത് വേണമെങ്കിൽ ആവാം. സോ a = 1 എന്നുള്ളത് a = 1ൽ ഇവർക്ക് രണ്ടാൾക്ക് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. സോ a 1 ആവാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. ഇനി നോർമലായിട്ട് സോൾവ് ചെയ്യുക, പരിപാടി സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ y = എന്താ തന്നിട്ടുള്ള സംഭവം, x² - x ഡിവൈഡ് ബൈ 1 - ax. ഓക്കെ, അത് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ y ax ദാറ്റ് ഈസ് ഈക്വൽ ടു x² - x. എന്നിട്ട് എന്ത് ചെയ്യാം, x² പ്ലസ് ആണോ അല്ല, ഒരു കാര്യം ചെയ്യാം, പ്ലസ് x കോമൺ എടുക്കാം. എന്നിട്ടോ ay -1 y ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ കിട്ടും. ശരി, ഇനി ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫൈൻ. ഇനി നമ്മൾ എന്തെങ്കിലും പരിപാടി ചെയ്യൽ സാധാരണ ഒന്നാമത് ഈ പറഞ്ഞ ടേം അത് > 1 ആണെന്ന് പറയും. അത് ഓൾറെഡി 1 ആയതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യം എന്തായാലും ഇതൊരു ക്വാഡ്രാറ്റിക് എന്ന് ഒബ്വിയസ് ആണ്. ശരി, പിന്നെ എന്താ നമ്മൾ ജസ്റ്റ് d > 0 എന്നാൽ നമുക്ക് വൈയുടെ വാല്യൂസ് കിട്ടുള്ളൂ. അത് വൈയുടെ വാല്യൂസ് എന്താണ് കിട്ടുന്ന റിയൽ നമ്പേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യും, b² ദാറ്റ് ഈസ് ay - 1 ഹോൾ സ്ക്വയർ മൈനസ് പ്ലസ് ആവും 4y ഷുഡ് ബി > 0 എന്ന രീതിയിൽ വരും. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് a² y² മൈനസ് 2ay + 1 + 4y ഷുഡ് ബി > 0. അതും കിട്ടി. ഇനി y² a² മൈനസ് 2ay + 4y. ഇവിടെ നിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താ കോമൺ എടുക്കുക, ചിന്തിക്ക്. ഒന്ന് y കോമൺ എടുക്കാം, പിന്നെ ഒരു 2 കൂടി കോമൺ എടുക്കും, 2y കോമൺ എടുക്കുക. എന്നിട്ട് എന്താ കിട്ടുക, ദാറ്റ് ഈസ് ഐ കുഡ് സേ 2 മൈനസ് a കറക്റ്റ് അല്ലേ, +1 = 0. ഓക്കെ ഫൈൻ. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു വൈയുടെ ഒരു ടേമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് സ്വാഭാവികമായിട്ടും > 0. അപ്പോൾ വൈഡ് ഉള്ള ഒരു ക്വാഡ്രാറ്റിക്കിന് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് y കൊടുത്തു കഴിഞ്ഞാലും y ബിലോങ്സ് ടു r എന്ന് പറയുന്ന ഗിവൺ ആണ്. അതാണ് നമ്മുടെ റേഞ്ച്. അപ്പോൾ വൈൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ദാറ്റ് ഷുഡ് ബി > 0 എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ക്വാഡ്രാറ്റിക് ദാറ്റ് ഷുഡ് ബി ഓൾവേസ് > 0 എന്ന് പറഞ്ഞാൽ ഒന്ന് a ദാറ്റ് ഷുഡ് ബി a ഷുഡ് ബി > 0. ദാറ്റ് മീൻസ് a² ആണ് ഇവിടെ a ദാറ്റ് ഷുഡ് ബി > 0 എന്നുള്ളത് കിട്ടും. രണ്ടാമത്തത് എന്താണ്, a ഷുഡ് ബി a എന്നല്ല, ഇവിടെ ഉണ്ടാകുന്ന ഇത് ഡിസ്ക്രിമിനൻറ്റ് ദാറ്റ് ഷുഡ് ബി > 0. സോ ഇവിടെ ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, ചങ്ങയല്ലേ. ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞാൽ a - 2 ഹോൾ സ്ക്വയർ മൈനസ് 4a² ദാറ്റ് ഷുഡ് ബി > 0 എന്നുള്ള രീതിയിൽ വരണം അല്ലേ. അവിടെ നിന്ന് നമുക്ക് കിട്ടും എന്താണ്, ഇത് 2a ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതാം. സോ a - 2 പ്ലസ് 2a - 2 മൈനസ് 2a ഷുഡ് ബി > 0 എന്ന രീതിയിൽ വരും. ഇവിടുന്ന് 3a - 2 അതേപോലെ മൈനസ് a - 2 > 0 എന്ന രീതിയിൽ വരും. ഓക്കെ, ഒരു പോസിറ്റീവ് എടുക്കാം, പുറത്ത് നെഗറ്റീവ്. അപ്പം 3a - 2 അതേപോലെ a + 2 ഷുഡ് ബി > 0. എന്നിട്ടോ എയുടെ വാല്യൂസ് എവിടെ മുതൽ എവിടം വരെയാണ്, എയുടെ വാല്യൂസ് ഒന്ന് -2 ഉണ്ട്, പിന്നെ 2/3 ഉണ്ട്,
ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ 2 കൂടി ഉണ്ട്. അപ്പോൾ 2 കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഏതായാലും അതിന് ഡി ഈക്വൽ ടു ലാസ്റ്റ് എയുടെ ഒരു വാല്യൂസ് കിട്ടും. ആ എ വാല്യൂ എ സ്ക്വയർ ഇക്വൽ ഗ്രേറ്റർ ദാൻ 0 കൂടിയ രണ്ടും കൂടി ഒരുമിച്ച് കൊടുത്താൽ മാത്രമല്ല എ 1 ആവാൻ പാടില്ല. ബിക്കോസ് കോമൺ റൂട്ട് ഉണ്ട്. അതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഉത്തരം ഫൈനൽ ഉത്തരം കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനും സെയിം സിമിലർ പരിപാടിയാണ് ചെയ്യുന്നത്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ വിച്ച് ഫോം ദി എക്സ്പ്രഷൻ ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ y ഈസ് ഈക്വൽ ടു ആദ്യം നമുക്ക് ഇവർക്ക് ഉണ്ടാക്കും മുകളിലും താഴെയും ഫാക്ടേഴ്സ് ഇല്ലാന്ന് കണക്കാക്കണം. ഫാക്ടേഴ്സ് ഇല്ലാന്ന് കണക്കാക്കാൻ മീൻസ് ഇവർ രണ്ടാളും എ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് -4 0. പിന്നെ ഇത് രണ്ടാളും നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് ഉണ്ടാക്കും ഒരു കോമൺ റൂട്ട് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും ആദ്യം. കാരണം റൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ടും. ഇവർക്ക് ഉണ്ടാക്കും ഒരു കോമൺ റൂട്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അതൊരു ആൽഫയാണ്. മേ ബി 2 റൂട്ടും ആവാം കേട്ടോ, അതറിയില്ല എത്രയാണെന്നുണ്ടെന്ന് അറിയില്ല. തൽക്കാലം ഒരെണ്ണം അസ്യൂം ചെയ്യാം. ആൽഫയാണ്. ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടേം കിട്ടും. ശരി, അതിനകത്തും ആൽഫ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ആ ഒരു എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ +or -1 കിട്ടുന്നുണ്ട്. പിന്നെ എയുടെ വാല്യൂ -4 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, എയുടെ വാല്യൂ -4 പറ്റുമല്ലോ എന്ന്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയൊരു ഇൻഫോർമേഷൻ ആണ് എയുടെ -4. പിന്നെ എക്സ് +or-1 ആകാൻ പാടാതെ കാര്യം ഒബ്വിയസ് ആണ്. +or-1 ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാൾക്ക് കോമൺ റൂട്ട്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ആൽഫ. അന്നേരം ഇവർ രണ്ടാളും ഫാക്ടറൈസ് ആയി പോകും. അന്നേരം ആ വാല്യൂ ആ ഫാക്ടറൈസ് ആവുന്ന ലാസ്റ്റ് കട്ടാവുന്ന വാല്യൂ റിയൽ നമ്പേഴ്സിന് കുറക്കേണ്ടിയിരുന്നു റേഞ്ച്. പക്ഷേ ഇവർ പറയുന്നുണ്ട് റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ റേഞ്ച് എന്ന്. ഓക്കെ ഫൈൻ. ഇപ്പോൾ എ -4 ആണെങ്കിൽ വല്ല കാര്യമായിട്ട് നോക്കും. സോ എ -4 ആണെങ്കിൽ ചെക്ക് ചെയ്യും. എ -4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എയുടെ -4 കൊടുക്കും. ഇവർക്ക് രണ്ടാക്കും കോമൺ റൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് രണ്ടാക്കും കോമൺ റൂട്ട്സ് ഉണ്ട്. കാരണം വെച്ചാൽ എന്താണ്? എ -1 ആവുന്ന സമയത്ത് രണ്ടുപേരുടെയും കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ സെയിം ആവുന്നില്ല. ദാറ്റ് മീൻസ് കോമൺ റൂട്ട് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് പാടില്ല. അപ്പോൾ എ -1 ആവാൻ പാടില്ല എന്ന കാര്യം കിട്ടി. ഇനി എക്സ് 1 ആണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടോ നോക്കും. എക്സ് 1 കൊടുത്ത് കൊടുക്കും. എക്സ് 1 കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? എക്സ് 1 കൊടുക്കാം. എക്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്ലസ് 3 -4. അങ്ങനെ എ 1 കിട്ടും. അപ്പോൾ എക്സ് 1 ആവാനും പാടില്ല. കാരണം എക്സ് 1 ആയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടാക്കും കോമൺ റൂട്ട്സ് ആയിട്ടുള്ള ആൽഫ അതാണ് എക്സ്, അത് പാടില്ല. സോ എ 1 ആവാൻ പാടില്ല. കാരണം എയുടെ വാല്യൂസ് ഏതൊക്കെ ചോദിക്കുന്നത്, അല്ലാണ്ട് എക്സിൻ്റെ വാല്യൂസ് അല്ലേ. എക്സിൻ്റെ വാല്യൂസ് ഡൊമൈൻ അല്ലേ. ഡൊമൈനായിട്ട് ഒരു ബന്ധമില്ല അല്ലേ, കാരണം റേഞ്ചിൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത്. സോ എ 1 ആവാൻ പാടില്ല. പോരായിട്ട് എക്സ് -1 ആണെങ്കിൽ എ 7 ആവുന്നുണ്ട്. ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ കിട്ടും. എന്നിട്ട് എ 7 ആവാൻ പാടില്ല എന്ന കാര്യം മനസ്സിലായി. സോ എ 1 -7 ഇതൊന്നും ആവാൻ പാടില്ല. പിന്നെ നോർമലായിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് ഗ്രേറ്റർ ആൻ ഈക്വൽ ടു പിന്നെ സിൻസ് എക്സ് ഗ്രേറ്റർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി തന്നെ. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഫൈൻ. ലാസ്റ്റ് സോൾവ് ചെയ്യാം. ഭയങ്കര ലെങ്തി ആവും. പിന്നെ ലാസ്റ്റ് ഒരു വൈഡ് ടേംസ് ഒരു ഇക്വേഷൻ കിട്ടും. നമ്മൾ പറയുന്നത് എന്താ പറയുന്നത്? എല്ലാ വൈകൾക്കും റിയൽ നമ്പേഴ്സാണ് വരുന്നത്. എല്ലാ വൈക്കും എന്താണ് നമ്മുടെ റേഞ്ച് റിയൽ നമ്പേഴ്സാണ് വരുന്നത്. നേരെ നമുക്കൊരു ഇത് കിട്ടും. ഗ്രേറ്റർ ആൻ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ഗ്രേറ്റർ ആൻ 0 ആണ്. ഡി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ലാസ്റ്റിന് സോൾവ് ചെയ്യുന്ന എയുടെ റേഞ്ചസും കിട്ടും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇതുവരെ ഇൻ്റർസെക്ട് ചെയ്യണം. എ 1 ആവാൻ പാടില്ല. പിന്നെ എ 1 ആവാൻ പാടില്ല, 7 പാടില്ല. പിന്നെ എന്താവാൻ പാടില്ല? എ -4 ആവാൻ പാടില്ല. ഈ 3 വാല്യൂസും അതൊന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഉത്തരം കിട്ടും.